തൃശൂർ കൊടുങ്ങല്ലൂരിൽ മധ്യവയസ്കരെ ബി.ജെ.പിക്കാർ തെരുവിൽ തടഞ്ഞു നിർത്തി മീശ വടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സീറ്റ് കിട്ടിയാൽ മീശ വടിക്കാമെന്ന ബെറ്റു പാലിച്ചില്ലെന്നാരോപിച്ചായിരുന്നു ക്രൂരത. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ. ഭീഷ്മ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഒരു സംഘം ബി.ജെ.പി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി എത്തുകയും ചന്തപ്പുര എന്ന സ്ഥലത്ത്, കൊടുങ്ങല്ലൂരിനടുത്ത് ചന്തപ്പുര എന്ന സ്ഥലത്ത് വെച്ച് പാചക തൊഴിലാളിയായ ചള്ളി കണ്ണൻ എന്ന യുവാവിനെ തടഞ്ഞു നിർത്തി പാതി മീശ വടിക്കുകയുമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൻ മറ്റ് ബി.ജെ.പി പ്രവർത്തകരുമായി പന്തയത്തിൽ ഏർപ്പെട്ടിരുന്നു. പന്തയം ഇപ്രകാരമായിരുന്നു: ബി.ജെ.പി നിയമസഭയിൽ എത്താൻ പോകുന്നില്ല, വെറുതെയാണ് മത്സരിക്കുന്നത്, നിയമസഭയിൽ എത്താൻ പോകുന്നില്ല എന്ന പന്തയമാണ് വെച്ചിരുന്നത്. അതിൽ ബി.ജെ.പി നിയമസഭയിൽ എത്തിയാൽ പാതി മീശ വടിക്കാം എന്നൊരു കരാറാണ് അവിടെ വെച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒ രാജഗോപാൽ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിൽ എത്തിയ ശേഷം ഈ ഒരു പന്തയം നടപ്പാക്കാൻ, അല്ലെങ്കിൽ മുമ്പ് കരാറിൽ പറഞ്ഞത് പ്രകാരം പാതി മീശ വടിക്കാൻ കണ്ണൻ തയ്യാറായില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് പെട്ടെന്ന് പ്രകോപിതരായ ബി.ജെ.പി പ്രവർത്തകർ സംഘടിച്ചെത്തി മുദ്രാവാക്യം വിളിച്ച് നടുറോഡിൽ വെച്ച് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് നീങ്ങിയത്. മുദ്രാവാക്യം വിളിച്ച് ബി.ജെ.പി പ്രവർത്തകർ എത്തിയപ്പോൾ ഇടതുപക്ഷ അനുകൂല നിലപാട് തന്നെയാണ് തനിക്ക് ഇപ്പോഴും ഉള്ളത് എന്ന് ഉറച്ചു പറഞ്ഞ കണ്ണനെ 10 പേരടങ്ങുന്ന സംഘമാണ് വളഞ്ഞു വെച്ചത്. തുടർന്ന് ആ സംഘത്തിലെ 4 പേർ ചേർന്ന് കൈകളും കാലുകളും പിടിച്ച് വെച്ച ശേഷം നിർബന്ധിച്ച് റോഡിൽ വെച്ച് തന്നെ, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ പാതി മീശ വടിച്ചു നീക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. ഏതായാലും ഈ ഒരു സംഭവത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കണ്ണൻ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ബി.ജെ.പി പ്രവർത്തകരാണ്, 10 പേര് അടങ്ങുന്ന സംഘമാണ് തന്നെ ആക്രമിച്ചത്. തന്റെ ബന്ധു കൂടിയായ ആളുകൾ കൂടി ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ ബി.ജെ.പി ദയവായി തുടരുക. ഇപ്പോൾ പൊതുപ്രവർത്തകനായ ചന്ദ്രശേഖരൻ കൂടി ചേരുകയാണ്. ശ്രീ ചന്ദ്രശേഖരൻ, ഇത്തരത്തിലൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് യഥാർത്ഥത്തില് ബി.ജെ.പി ആർ.എസ്.എസ് സംഘം കുറച്ചു നാളായിട്ട് കൊടുങ്ങല്ലൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരയുടെ ഒരു ഭാഗമാണിത്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം കമലിന്റെ വീടിന് മുമ്പിൽ കുഴപ്പമുണ്ടാക്കി. അതുപോലെ തന്നെ ഇപ്പോ അവിടെ എല്ലാ ആളുകളും കൂടി പൊതുവായി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആർ.എസ്.എസ് ബി.ജെ.പി അക്രമത്തിനെതിരായി ഒരു പ്ലാറ്റ്ഫോം ഉയർന്നു വന്നു. ഈ കമൽ സംഭവത്തോടുകൂടി ആ സംഭവം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ രാവിലെ ആർ.എസ്.എസിന്റെ ബി.ജെ.പി ആർ.എസ്.എസ് നേതൃത്വം ആ സ്റ്റേജ് പൊളിച്ച് അവിടെ ചാണകവെള്ളം തെളിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിരവധി അക്രമ സംഭവങ്ങൾ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോ ഒരു പാവപ്പെട്ട തൊഴിലാളി, അയാൾക്ക് മീശ വയ്ക്കാൻ അധികാരമില്ല എന്നതാണ് ഇപ്പൊ കാണുന്നത്. പണ്ട് ഫ്യൂഡൽ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അയാളെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയി അയാളുടെ മീശ വടിച്ചു കളയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അറിഞ്ഞ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പൊ ഇന്നലെ രാത്രി ബി.ജെ.പിയുടെ കയ്പമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റിന്റെ മകന്റെ നേതൃത്വത്തിൽ ഒരു പാവപ്പെട്ട 24 വയസ്സായ ഒരു പയ്യനെ പിടിച്ചുകൊണ്ടുപോയി കൊടുങ്ങല്ലൂരിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു വീട്ടിൽ ഇട്ട് മൃഗീയമായി മർദ്ദിച്ച് ഇപ്പോ അയാള് തൃശൂർ മെഡിക്കൽ കോളേജിൽ വാരിയൽ ഒടിഞ്ഞു കിടക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ശ്രീ ചന്ദ്രശേഖരൻ, ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ബി.ജെ.പി പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള നടപടികൾ തുടർക്കഥയാണോ? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടോ അവിടെ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കുറെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ 16.5 കോടി രൂപയുടെ പഴയ നോട്ടുകൾ മാറിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ആർ.എസ്.എസ് ബി.ജെ.പി നേതൃത്വം എറണാകുളത്തുള്ള ഒരു വ്യാപാരിയെയും മകനെയും വിളിച്ചു വരുത്തി വീടിനകത്ത് തടഞ്ഞു വെച്ച് അവരെ മൃഗീയമായി ഒരു ദിവസം മർദ്ദിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന 80 ലക്ഷത്തോളം വരുന്ന കാറ്, മൊബൈൽ ഫോൺ, അവരുടെ ആഭരണങ്ങൾ മുഴുവൻ കവർന്നെടുത്തിട്ടുണ്ട്. അപ്പോ ഇത് ആർ.എസ്.എസ് ബി.ജെ.പി കൊടുങ്ങല്ലൂർ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന മൃഗീയമായ നടപടികളുടെ ഭാഗമാണ്.
പൗരാവകാശ ദംശനമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശത്തെ ഇവർ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെതിരായി കൂട്ടായ്മ സംഘടിപ്പിക്കുന്നവരെ അവരെയും ആക്രമിക്കുന്ന സ്ഥിതിയാണ് പൊതുവായിട്ട് വരുന്നത്. വളരെ നന്ദി ശ്രീ ചന്ദ്രശേഖരൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ ദിൽജിത്തിലേക്ക് കൂടി പോവുകയാണ്. ദിൽജിത്ത്, സംഭവവുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ? ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ? ഗ്രീഷ്മ, ഇപ്പോൾ കേസിൽ പരാതി നൽകിയിരുന്നു. കണ്ണൻ നൽകിയിരിക്കുന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ച് ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാനും ചിലരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആരൊക്കെയാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നതിനാൽ എന്നാലും പ്രാഥമികമായി ഇത്തരത്തിലൊരു പരാതി ലഭിച്ചതിന്റെ പേരിൽ ഇപ്പോൾ പരാതിക്കാരന്റെ രേഖപ്പെടുത്തി അതിന്റെ തുടർ നടപടി എന്നോണം കൊടുങ്ങല്ലൂർ പോലീസ് ഇത്തരത്തിൽ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത് പ്രകാരം ഏതാനും ചില ആളുകളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് ആണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവർ BJP അനുകൂല BJP പ്രവർത്തകർ തന്നെയാണ് എന്നാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. എത്ര പേരാണ് കസ്റ്റഡിയിലായത് എന്ന വിവരം ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മധ്യവയസ്കനെ BJPക്കാർ തെരുവിൽ തടഞ്ഞു നിർത്തി മീശ വടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റ് കിട്ടിയാൽ മീശ വടിക്കാമെന്ന ബെറ്റ് പാലിച്ചില്ലെന്നാരോപിച്ചായിരുന്നു ക്രൂരത. വിവരങ്ങളാണ് ദിൽജിത്ത് എന്നത്. തിരികെ വാർത്തകളിലേക്ക്. നോട്ട് പ്രതിസന്ധി ഇപ്പോഴുമുണ്ടെന്ന് MD വാസുദേവൻ നായർ. പ്ലാസ്റ്റിക് മണി എന്താണെന്ന് തനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നും MD പറഞ്ഞു. കോഴിക്കോട്ടെ കൊട്ടാരം റോഡിലെ വീട്ടിൽ സന്ദർശിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടാണ് MD ഇക്കാര്യം പറഞ്ഞത്. MDക്ക് നേരെയുണ്ടായ BJPയുടെ കടന്നാക്രമണത്തെ അപലപിക്കാനും MDക്ക് ഐക്യദാർഢ്യം അറിയിക്കാനും എത്തിയതാണ് ചെന്നിത്തല. നോട്ട് നിരോധനത്തെ എതിർത്തതിന് MDയെ BJP കടന്നാക്രമിച്ചിരുന്നു. രണ്ടാമത് പ്ലാസ്റ്റിക് മണി പഠിപ്പിക്കാൻ ഓൺലൈൻ എനിക്ക് പോലും അറിയില്ല. ഞാനിതൊക്കെ കൊടുത്തു കുട്ടികളോടൊക്കെ സമഗ്ര വികസന കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാന് പിന്നിൽ. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം വളർച്ചാ നിരക്കിൽ ഇന്ത്യ പാകിസ്ഥാന് താഴെയാണ്. 79 വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 60ാമതാണ്. അയൽ രാജ്യങ്ങളെല്ലാം പുരോഗതിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് മുകളിൽ. വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ 52ാം സ്ഥാനത്തും ഇന്ത്യ 60ാം സ്ഥാനത്തുമാണ്. സാമ്പത്തിക വളർച്ച, സാമ്പത്തിക അസമത്വത്തിലെ അന്തരം തുടങ്ങി 12ഓളം കാര്യങ്ങൾ പരിഗണിച്ച് ലോക സാമ്പത്തിക ഫോറം തയ്യാറാക്കുന്ന സമഗ്ര വികസന സൂചിക പട്ടികയിലാണ് ഇന്ത്യയുടെ സ്ഥാനം 60ലേക്ക് താഴ്ന്നത്. പട്ടികയിലുള്ള ആകെ 79 രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് ലിത്വാനിയയാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം വികസന കാര്യത്തിൽ ബഹുദൂരം മുന്നേറിയതായി സൂചിക വ്യക്തമാക്കുന്നു. പട്ടികയിൽ പാകിസ്ഥാൻ 52ാം സ്ഥാനത്താണെന്നതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത. ചൈന 15ാം സ്ഥാനത്തും നേപ്പാൾ 27ാം സ്ഥാനത്തും ബംഗ്ലാദേശ് 36ാം സ്ഥാനത്തുമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെട്ട ബ്രിക്സ് രാജ്യങ്ങളിൽ ബ്രസീലും റഷ്യയും അടക്കം വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ കുതിപ്പ് നടത്തി. പട്ടികയിൽ റഷ്യ 13ാം സ്ഥാനത്തും ബ്രസീൽ 30ാം സ്ഥാനത്തുമാണ്. പട്ടികയിൽ യഥാക്രമം 2 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങളിൽ പോളണ്ട്, റുമേനിയ, ഉറുഗ്വേ, ലാത്വിയ, പനാമ, കോസ്റ്റാറിക്ക, ചിലി എന്നീ രാജ്യങ്ങൾ ഇടം പിടിച്ചു. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7.6% നിന്ന് 6.6 ആയി താഴ്ന്നതായി അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ച നവംബർ 8-ന് ശേഷമാണ് വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞതെന്നും IMFന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ, ക്യാഷ്ലെസ് എക്കോണമി തുടങ്ങിയ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളിലെ പൊള്ളത്തരങ്ങളാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ റിപ്പോർട്ടിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. സംഘപരിവാർ നിലപാടുകളെ പരസ്യമായി വിമർശിച്ച മുതിർന്ന നേതാവ് CK പത്മനാഭനെതിരെ നടപടിയെടുക്കാൻ കഴിയാതെ BJP സംസ്ഥാന നേതൃത്വം. CKPക്കെതിരെ നടപടിയെടുത്താൽ പ്രവർത്തകർ തെരുവിലിറങ്ങുമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് ആശങ്ക. കേരള കോൺഗ്രസ് എം തൊട്ടുകൂടാത്ത പാർട്ടിയല്ലെന്ന് MD രമേശ് പറഞ്ഞു. ചെഗുവേര പരാമർശത്തിന്റെ പേരിൽ CK പത്മനാഭന്റെ വാക്കാലുള്ള വിശദീകരണം തള്ളിയ കോർ കമ്മിറ്റിയും സംസ്ഥാന ഭാരവാഹി യോഗവും നടപടിക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. RSS കടുത്ത അതൃപ്തി അറിയിച്ചെങ്കിലും CKPക്കെതിരെ നടപടിയെടുത്താൽ BJPയിലെ കൊഴിഞ്ഞുപോക്കിന് വേഗത കൂടുമെന്നും പ്രവർത്തകർ തെരുവിലിറങ്ങുമെന്നുമുള്ള വിലയിരുത്തലിലാണ് സംസ്ഥാന നേതൃത്വം. ഈ സാഹചര്യം ഒഴിവാക്കാൻ കടുത്ത നടപടി തൽക്കാലം വേണ്ടെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വെടിനിർത്തലിന് തൽക്കാലം വിരാമമിട്ട് സമ്മേളന അജണ്ടയായ NDA വിപുലീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. മുന്നണി വിപുലീകരിക്കുമ്പോൾ പ്രഥമ പരിഗണന കേരള കോൺഗ്രസിന് തന്നെയായിരിക്കുമെന്നാണ് BJP നേതൃത്വം പറയാതെ പറയുന്നത്. നേതാവ് അഴിമതിക്കാരനാണെങ്കിൽ ആ പാർട്ടി അഴിമതി പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ജനറൽ സെക്രട്ടറി MT രമേശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു പാർട്ടിയിലെ ഒരു ലീഡർഷിപ്പിലുള്ള ഒരാൾ അഴിമതി കാണിക്കുമ്പോൾ അത് ആ പാർട്ടിയുടെ അഴിമതിയായിട്ട് ആരും ഒരിക്കലും പറയാറില്ല. അത് രണ്ടും ഇടപിരിച്ച് കാണുന്നതാണ്. അപ്പം അഴിമതി ആരോപണം കേസുള്ള കേസിൻ്റെ വഴിക്ക് പോകണം, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. LDFനും UDFനും ബദലായിട്ടുള്ള ഒരു ബദലാണ് BJP ആഗ്രഹിക്കുന്നത്.
ആ ബദലിൻ്റെ സാധ്യത കേരളത്തിലുണ്ട്. അതിൽ ഞങ്ങളോട് സഹകരിക്കുന്നവർക്ക് മുമ്പിൽ ഞങ്ങളുടെ കവാടം തുറന്നിട്ടുണ്ട്. അത് വിപുലപ്പെടുത്താൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വഴികളുണ്ട്, ഞങ്ങളുടേതായിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തും. അഴിമതിക്കാരനായ മാണിയെ മാറ്റി നിർത്തിയുള്ള കേരള കോൺഗ്രസിനെ NDAയിലേക്ക് അടുപ്പിക്കലാണ് BJP ലക്ഷ്യം. അതേസമയം അക്രമരാഷ്ട്രീയത്തിനെതിരെയാണ് BJPയുടെ പ്രചരണമെന്ന് കുമ്മനം രാജശേഖരൻ ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും അക്രമരാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് BJPയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന കർണാടകയിൽ നിന്നുള്ള MP നളിൻ കുമാർ കട്ടീൽ യോഗത്തിൽ വ്യക്തമാക്കിയത്. കേരളത്തിലെ BJPക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കർണാടകത്തിൽ പകരം ചോദിക്കുമെന്ന ഭീഷണിയും നളിൻ കുമാർ ആവർത്തിച്ചു. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദ്യാഭ്യാസത്തിന് പണക്കൊഴുപ്പ് മാനദണ്ഡമാക്കരുതെന്ന് മുഖ്യമന്ത്രി. ലാഭക്കണ്ണോടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അബ്കാരികൾ വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴ വാങ്ങി നിയമനം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഇതിനായി വിജിലൻസിന് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാശ്രയ സ്ഥാപനങ്ങൾ ആരംഭിച്ചതോടെ വിദ്യാഭ്യാസം നല്ലതുപോലെ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന ചിന്ത ഉയർന്നു വന്നു. ഇങ്ങനെ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ചെറിയ മാറ്റം വന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് മിക്കവാറും ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ഇതിൽ നിന്ന് മാറി നിന്നുണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ പ്രവണത പല ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെയും സ്വാധീനിക്കുന്നിടയുണ്ട്. ഇപ്പോൾ അപൂർവം പേർ മാത്രമാണ് ഒഴിഞ്ഞു നിൽക്കുന്നത്. എല്ലാവരും ഇപ്പോഴും ഭാഗമായിട്ടില്ല, അപൂർവം പേർ ഒഴിഞ്ഞു നിൽക്കുന്നത്. വിദേശത്ത് IS-ഉം ഇവിടെ RSS-ഉം ചെയ്യുന്നത് ഒരേ കാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിൽ മതതീവ്രവാദം വളർത്താനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വർഗീയതയിൽ നിന്നാണ് തീവ്രവാദത്തിലേക്ക് പോകുന്നത്. അത് വേറൊരു കാര്യം, വേറെ വകുപ്പിൽപ്പെട്ടതാണ്. അപ്പോൾ വർഗീയത നമ്മൾ അകറ്റി നിർത്തേണ്ട ഒരു കാര്യമാണ്. ഇത് സമൂഹത്തിൻ്റെ ഒരു ദുഃഖമാണ്. ആ ദുഃഖം അകറ്റാൻ നമുക്ക് കഴിയണം. ഇത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റേഷൻ പ്രതിസന്ധിയിൽ LDF ശക്തമായ പ്രക്ഷോഭത്തിലേക്കെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രി ദില്ലിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണും. BJPക്കും കോൺഗ്രസിനും സമരത്തിന്റെ ഭാഗമാകാമെന്നും കോടിയേരി ഇടുക്കി നെടുങ്കണ്ടത്ത് CPM-ന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കവേ പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും നേരത്തെ ഡൽഹിയിൽ പോയി ബന്ധപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. പരിഹാരമായിട്ടില്ല. മുഖ്യമന്ത്രി ഈ ആഴ്ച വീണ്ടും ഡൽഹിയിലേക്ക് പോകും. ബന്ധപ്പെട്ടവരെയൊക്കെ കാണും. എന്നിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടാൻ ഉദ്ദേശിക്കുകയാണ്. കേരളത്തിന് അർഹതപ്പെട്ട അരി ലഭിക്കുന്നതിന്, ആളോഹരി റേഷൻ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായുള്ള ഭക്ഷ്യധാന്യം കേന്ദ്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ ഇടപെടൽ ഗവൺമെന്റ് നടത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് 50 ഇനങ്ങളാണ് പൂർത്തിയാകേണ്ടത്. ഉച്ചവരെ 15 ഇനങ്ങളാണ് പൂർത്തിയായത്. നൃത്തങ്ങൾ, ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, ഓട്ടൻതുള്ളൽ തുടങ്ങിയ വേദിക്ക് മുന്നിൽ വലിയ ജനക്കൂട്ടമാണ് കലോത്സവം ആസ്വദിക്കാനെത്തിയത്. പാലക്കാട്, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കേരള നടനത്തിൽ കല്ലുകടിയായി ഇടയ്ക്കിടെ പാട്ട് നിലച്ചു. CD-യുടെ പ്രശ്നമെന്ന് സംഘാടകരും സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് മത്സരാർത്ഥികളും പറഞ്ഞു. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കേരള നടനത്തിനിടെയാണ് പാട്ട് വില്ലനായത്. ഇടുക്കി വണ്ടർമേട് MES ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കാവ്യ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തുന്നത് ആദ്യമായാണ്. റവന്യൂ ജില്ലയിൽ നിന്ന് 1ാം സ്ഥാനവുമായി കണ്ണൂരെത്തിയ കാവ്യയെ കേരള നടനത്തിനിടെ 3 തവണ പാട്ട് ചതിച്ചു, അല്ലെങ്കിൽ CD ചതിച്ചു. CD മാറ്റി നൽകിയിട്ടും 3 തവണ പാട്ട് നിന്നു. ഒരുപാട് പേര് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നുള്ള പ്രശ്നമാണ്. ഞാൻ 3 CD കൊടുത്തു, 3 എടുക്കുന്നില്ലാതെ വന്നു. അപ്പൊ CD-യുടെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാവ്യയ്ക്ക് പുറമെ മറ്റു മത്സരാർത്ഥികൾക്കും സമാന അനുഭവമുണ്ടായി. കഥകളിയുടെ ചടുലതയും മോഹിനിയാട്ടത്തിന്റെ ലാസ്യവും ഒത്തുചേർന്ന കേരള നടനം ആസ്വദിക്കാൻ വേദി 2-ൽ നിരവധി പേർ എത്തിയിരുന്നു.
പുരാണ കഥാപാത്രങ്ങളും കഥയുമാണ് കേരള നടനത്തിൽ നിറഞ്ഞു നിന്നത്. ക്യാമറാമാൻ ഷൈജൂദ് പുലാത്രയ്ക്കൊപ്പം AK ലതീഷ്. ഓട്ടംതുള്ളൽ വേദിക്ക് കാണികൾക്ക് വ്യത്യസ്ത അനുഭവമായി പറയംതുള്ളൽ. കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പറയംതുള്ളൽ അവതരിക്കപ്പെടുന്നത്. ഒറ്റച്ചിലമ്പ് വലതുകാലിൽ കെട്ടണം, കെച്ചമണിയും അതേ കാലിൽ തന്നെ. കാരണം മുറിയടന്ത താളത്തിൽ ഒറ്റക്കാലിലാണ് പറയംതുള്ളൽ നടത്തുന്നത്. ചുവന്ന പട്ടിനു മുകളിൽ കസവു കച്ച വരിഞ്ഞുകെട്ടി ദേഹമാസകലം ഭസ്മം പൂശുന്നതാണ് പറയംതുള്ളലിന്റെ ചമയം. മുഖത്ത് തേപ്പും മിനുക്കും നിയമത്തിലില്ലെങ്കിലും കലോത്സവ വേദിയിലെത്തുമ്പോൾ കണ്ണെഴുത്തിനു പുറമെ മുഖവും മിനുക്കുന്നു. നാഗഫണ കിരീടം അഥവാ സർപ്പത്തിമുടിയാണ് പറയന്റെ തലയെടുപ്പ്. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായാണ് പെൺകുട്ടികളുടെ തുള്ളൽ മത്സരത്തിൽ പറയൻ വേദിയിലെത്തുന്നത്. പങ്കെടുത്ത 15 പേരിൽ 14 പേരും ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചപ്പോൾ കൊല്ലം കടക്കൽ GVHSലെ ദേവികയാണ് പറയൻ അവതരിപ്പിച്ചത്. വേടനും ഭാര്യയും ശിവനെ പൂജിക്കുന്ന പുളിന്തി മോക്ഷം കഥയാണ് ദേവിക അവതരിപ്പിച്ചത്. കുഞ്ചൻ നമ്പ്യാരുടെ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്തു കൊടുത്ത ഒരു കലയാണ് പറയൻതുള്ളലും. അത് ശിവന്റെ സങ്കല്പമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുനലൂർ സ്വദേശി ദൃശ്യ ഗോപിനാഥാണ് ദേവികയുടെ ഗുരു. കലോത്സവ വേദികൾ പെണ്ണിടങ്ങളാകുന്നതിന്റെ സന്തോഷം കൂടിയാണ് ദേവികയുടെ പറയൻതുള്ളൽ. അടിച്ചമർത്തലിൽ നിന്ന് ഒരു മോചനം പറയൻതുള്ളലിനും ആവശ്യമാണ്. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. സാന്ത്വനത്തിന്റെയും സന്തോഷത്തിന്റെയും ചരിത്ര മുഹൂർത്തമായി സലാം മുംബൈ. കൈരളി ടിവിയും എലിക്സർ കരുണാലയവും ചേർന്നൊരുക്കിയ മെഗാ ഷോ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളുടെ സംഗമവേദിയായപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ആവേശകരമായ വരവേൽപ്പാണ് മുംബൈ മലയാളികൾ നൽകിയത്. സന്നദ്ധ സംഘടനയായ എലിക്സർ കരുണാലയ ട്രസ്റ്റും കൈരളി ടിവിയും ചേർന്നൊരുക്കിയ സലാം മുംബൈ നന്മയുടെ കയ്യൊപ്പോടുകൂടിയ മേന്മ നിറഞ്ഞ കലാപരിപാടികളുടെ അപൂർവ വേദിയായി. ജനുവരി 15 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് എലിക്സർ കരുണാലയ ട്രസ്റ്റിന്റെ വാർഷിക പരിപാടിക്ക് തുടക്കമിട്ടു. രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, മാർത്തോമ സഭ മുംബൈ ഭദ്രാസന ബിഷപ്പ് ഗീവർഗീസ് മാർ തിയോഡേഷ്യസ്, പ്രതാപ് സർനായക് MLA എന്നിവർ സംബന്ധിച്ച ചടങ്ങിൽ 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലിത്തയെയും 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസിനെയും ആദരിച്ചു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായ എലിക്സർ കരുണാലയയുടെ ഈ വർഷത്തെ സഹായ വിതരണങ്ങളും ചടങ്ങിൽ നടന്നു. കാശ്മീരിലെ ഉറി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്രയിലെ സൈനികരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ വീതവും കൂടാതെ ക്യാൻസർ, ഹൃദയരോഗബാധിതരായ നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായവും വിതരണം ചെയ്തു. തുടർന്ന് കൈരളി ടിവിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ താരനിശയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി, ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി, കൈരളി ടിവി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ഡാൻസുമായി ബോളിവുഡ് താരം ഇഷ തൽവാർ ശ്രദ്ധ നേടി. ഉത്തര ഉണ്ണിയും ഐശ്വര്യയും അവതരിപ്പിച്ച നൃത്തപരിപാടികളും ചടങ്ങിന് മികവേകി. കോമഡിയിൽ പുത്തൻ നമ്പറുകളുമായി ടിനി ടോമും നെൽസനും സരികയും സദസ്സിൽ ചിരിയുടെ പൂരമൊരുക്കി. റിമി ടോമി, അഫ്സൽ, അഖില എന്നിവർ നയിച്ച സംഗീത പരിപാടിയിൽ അംശു മുംബൈ ഗോൾഡൻ വോയ്സ് ഗായകരായ രാഹുൽ മുരളീധരൻ, ശ്രുതി മോഹൻ, രാജലക്ഷ്മി എന്നിവരും പങ്കാളികളായി. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുംബൈയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ആവേശകരമായ വരവേൽപ്പാണ് നഗരത്തിലെ മലയാളികൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, മുംബൈ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കെതിരെ പൂഞ്ഞാർ MLA PC ജോർജിന്റെ നേതൃത്വത്തിൽ ട്രെയിൻ തടയൽ സമരം. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ 1 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം സ്തംഭിപ്പിച്ചാണ് PC ജോർജിന്റെ ജനപക്ഷ മുന്നേറ്റ പ്രസ്ഥാനം സമരം സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും ബാങ്കുകളിലെ പണം മുഴുവൻ കോർപ്പറേറ്റുകൾ കൊണ്ടുപോയെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PC ജോർജ് പറഞ്ഞു. പ്രമുഖ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഗ്രൂപ്പ് കളിയിലൂടെ രാഷ്ട്രീയം മലീമസമാക്കുകയാണെന്നും PC ജോർജ് കുറ്റപ്പെടുത്തി. കേരള ജനപക്ഷ മുന്നേറ്റം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള ആദ്യ സമരമാണ് PC ജോർജിന്റെ നേതൃത്വത്തിൽ നടന്നത്. സമരത്തിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്.
ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി അവലോകന യോഗം ചേർന്നു. മേയർ അഡ്വക്കേറ്റ് വി കെ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ച വാർഡുകളിലെ റോഡ്, ഓട നിർമ്മാണങ്ങൾ, കുടിവെള്ള പ്രശ്നം, തെരുവ് വിളക്ക് പ്രശ്നം എന്നിവ ചർച്ച ചെയ്തു. കോർപ്പറേഷൻ വാർഡ് കൌൺസിലർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു.